ന്യൂസ് സ്റ്റോറികളിലെ മനുഷ്യർ മരിക്കുന്നില്ല. സ്റ്റോറികളിലെ മനുഷ്യർ കൊല്ലപ്പെട്ടതാണെങ്കിലും അവരുടെ ഓർമ്മകളും ആ വാർത്തയും വർഷങ്ങൾ കഴിഞ്ഞാലും ജീവിക്കും. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം 28 വർഷം മുമ്പ് 96 കാലത്ത് കാസർഗോഡ് കേരളകൗമുദി ജില്ലാ ലേഖകനായിരിക്കെ എഴുതിയ ലോക്കപ്പിലെ സാക്ഷിക്കോഴി എന്ന ദേവലോകം കൊലക്കേസ് ചലച്ചിത്രം ആക്കുന്ന സംവിധായകൻ രാഹുൽ ആർ ശർമ്മ എന്നെ തേടിയെത്തിയത്. യുവ സംവിധായകരിൽ പ്രമുഖനായ രാഹുൽ എന്നെ തേടിയെത്തുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പുറകിലുള്ള ആ വാർത്ത തേടിയുള്ള യാത്രയും അനുഭവങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു. മിഥുൻ മാനുവലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി അഞ്ചാം പാതിര, അബ്രഹാം ഓസ്ലാർ, ഫീനിക്സ്, വാലാട്ടി തുടങ്ങിയ 7 ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച സഹസംവിധായകനാണ് രാഹുൽ ആർ ശർമ്മ. പുതിയ സംവിധായകരിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന രാഹുൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ന്യൂസ് സ്റ്റോറി ലോക്കപ്പിലെ സാക്ഷിക്കോഴി ചലച്ചിത്രമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ കാലത്തെ സംവിധായകരും നടന്മാരും അവരോട് എനിക്കുണ്ടായിരുന്ന അടുപ്പവും. ആറ്റിങ്ങൽകാരനായ എൻ്റെ അടുത്ത സ്ഥലമായ ചിറയൻകീഴ് സ്വദേശി കൂടിയായ പ്രേം നസീറിനെയാണ് ആദ്യമായി ഞാൻ കാണുന്നതും അദ്ദേഹവുമായി ഇടപഴകാനുള്ള അവസരം ലഭിക്കുന്നു. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിൽ ചെയർമാനായിരിക്കെ യൂണിയൻ ഇനാഗുറേഷന് പ്രേം നസീറിനെ ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ നെയ്യാർ ഡാമിലേക്ക് പോകുന്നത്. അന്ന് പിക്നിക് സിനിമയുടെ ഷൂട്ടിംഗ് നെയ്യാർ ഡാമിൽ നടക്കുകയായിരുന്നു. പിക്നിക് സിനിമയിലെ ഏറ്റവും രസകരമായ അതിലെ നായികയുടെ നേതൃത്വത്തിലുള്ള ടീമും പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ടീമും തമ്മിലുള്ള മത്സരം, ആ രംഗം ഷൂട്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ നെയ്യാർ ഡാമിലെത്തി. അപ്പോൾ പ്രേം നസീറിനെ ക്ഷണിക്കുക, അതായിരുന്നു ഉദ്ദേശം. ആ തിരക്കിനിടയിലും അദ്ദേഹം വന്നു, ഞങ്ങളെ കണ്ടു, കുറച്ചു നേരം സംസാരിച്ചു, നാട്ടുകാരാണെന്നറിഞ്ഞ സന്തോഷവും പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹം സ്ഥലത്തില്ല, മറ്റെവിടെയോ ഷൂട്ടിംഗ് ഉള്ള സമയമാണ്, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പകരക്കാരനായി ഞാനൊരാളിന് തന്നാൽ പോരെ. അതായിരുന്നു പ്രേം നസീർ. കാരണം വലിയ തിരക്കുള്ള അന്നത്തെ ഏറ്റവും വലിയ താരമായിരുന്ന പ്രേം നസീറിന് വേണമെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കാം, തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അതല്ല അദ്ദേഹം ചെയ്തത്. ചെമ്പരത്തിയിലൂടെ അക്കാലത്ത് പ്രശസ്തനായിരുന്ന രാഘവനെ വിളിച്ചു. എന്നെക്കാളിപ്പോ ആരാധകരുള്ള ആളാണ് രാഘവൻ, എനിക്ക് പകരം രാഘവൻ വന്നാൽ പോരെ. അപ്പോൾ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്ക്, പ്രീഡിഗ്രി വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്ക് അന്ന് രാഘവനെയും ഇഷ്ടമായിരുന്നു. അങ്ങനെ രാഘവൻ വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾ പോകാൻ എഴുന്നേറ്റപ്പോൾ ചായ കഴിച്ചു പോകാം, ഇരിക്കൂ എന്ന് പറഞ്ഞ് ആ സ്വസിദ്ധമായ ചിരി. ഞങ്ങളിരുന്നു. ചായ കഴിക്കുന്നതിനിടയിൽ തൻ്റെ സെക്രട്ടറിയെ കൈയാട്ടി അരികിലേക്ക് വിളിച്ച് പ്രേം നസീർ ചെവിയിൽ എന്തോ പറഞ്ഞു. സെക്രട്ടറി അകത്തുപോയി. തിരിച്ചു വന്നത് ഒരു കവറുമായിട്ട്. അപ്പോൾ ആ കവറ് വാങ്ങി ഒന്ന് മറിച്ചു നോക്കി, അതിൽ ഒരു ഒപ്പും ഇട്ടതിന് ശേഷം ആ കവർ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ എന്താണ് എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് എത്രയും വേഗം തന്നെ ആ കവർ തുറന്നു നോക്കി. 10,000 രൂപയുടെ ചെക്കായിരുന്നു ആ കവർ. ജീവിതത്തിൽ ആദ്യമായി
ഒരു യൂണിയൻ ഭാരവാഹി എന്ന നിലയിൽ ലഭിച്ച ആദ്യത്തെ ഒരു ചെക്കായിരുന്നു അത്. പ്രത്യേക പേരൊന്നും എഴുതാതെ തന്ന ആ ചെക്ക് അന്ന് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ജോർജ് ഐക്കരെ ഏൽപ്പിക്കുകയും വളരെ ആർഭാടപൂർവം യൂണിയൻ ഉദ്ഘാടനം നടത്താൻ ആ പണം ഉപയോഗിക്കാനും കഴിഞ്ഞു. അതായിരുന്നു പ്രേം നസീർ. കാരണം രാഘവൻ അന്ന് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും യൂണിയൻ ഉദ്ഘാടനം വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തു. പ്രേം നസീറിന് ശേഷം ഞാൻ അടുത്ത് ഇടപഴകുന്നത് ലോകപ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട്. കുളത്തൂർ ഭാസ്കരൻ നായരും അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിച്ച് ചിത്രലേഖ ഫിലിം സൊസൈറ്റി നടത്തുന്ന കാലത്ത് അവരുടെ ഉപദേശങ്ങൾ വാങ്ങിക്കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എസ് ജയകുമാർ, ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹവും ചേർന്ന് ജനകീയ ചലച്ചിത്ര എന്ന ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു. അക്കാലത്ത് തന്നെയാണ് സൂര്യ കൃഷ്ണമൂർത്തി സൂര്യ ഫിലിം സൊസൈറ്റി രൂപീകരിക്കുന്നത്. അവർ സത്യജിത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സൂര്യ കൃഷ്ണമൂർത്തി ടാഗോർ തിയേറ്ററിൽ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ടാഗോർ തിയേറ്റർ കിട്ടാനായിട്ട് ആദ്യം അപേക്ഷ നൽകിയിരുന്നത് ഞങ്ങളാണ്. പക്ഷേ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളുടെ അപേക്ഷ അന്നത്തെ PRD ഉദ്യോഗസ്ഥർ ഒഴിവാക്കുകയും അദ്ദേഹത്തിന് അത് നൽകുകയും ചെയ്തു. അങ്ങനെ ടാഗോർ തിയേറ്റർ കിട്ടാത്ത വാശിക്ക് ഞങ്ങൾ പട്ടം കൽപ്പന തിയേറ്റർ, ഇന്ന് കൽപ്പന തിയേറ്റർ ഇല്ല, അവിടെ എന്തോ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്, കൽപ്പന തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ കട്ടക് ഫെസ്റ്റിവൽ. അപ്പൊ 7 ദിവസം സത്യജിത് റായിയുടെ സിനിമകൾ ടാഗോർ തിയേറ്ററിൽ സൂര്യയുടെ നേതൃത്വത്തിൽ, കൽപ്പന തിയേറ്ററിൽ ഈ നമ്മുടെ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പട്ടം കൽപ്പനയിൽ നടത്തിയത് മറക്കാനാവാത്ത ഒരനുഭവം. അന്ന് അതിന് സഹായിച്ചത് KR മോഹൻ, സംവിധായകനായിരുന്ന KR മോഹൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അന്ന് KSEBയിലെ PRO ആയിരുന്ന ഭരത് ഗോപി, പിന്നെ ചലച്ചിത്ര നിരൂപകനായിരുന്ന വിജയകൃഷ്ണൻ. കാരണം ഈ ഫിലിമിൻ്റെ പ്രിന്റുകൾ സംഘടിപ്പിക്കാനും സമയത്ത് എത്തിക്കാനുമൊക്കെ വലിയ ശ്രമങ്ങൾ അന്ന് നടത്തി. ഇതിനെല്ലാം ഈ പറഞ്ഞ ആളുകളെല്ലാം ഒരുപാട് സഹായിച്ചു. അങ്ങനെയാണ് അടൂരുമായിട്ടുള്ള അടുപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുപ്പം വരുന്നത്, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾക്ക് അടുപ്പം വരുന്നത് അരവിന്ദനുമായിട്ടാണ്. അരവിന്ദന്റെ തമ്പ് തുടങ്ങിയ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പോവുകയും അദ്ദേഹവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുകയും യൂണിയന്റെ നേതൃത്വത്തിൽ പല സന്ദർഭങ്ങളിൽ അതിഥിയായി അരവിന്ദനെ കോളേജിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം താമസിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ള ട്യൂട്ടേഴ്സ് ലൈനിലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും അരവിന്ദനെ കാണാനായി ആ വീട്ടിൽ പോകുമായിരുന്നു. എപ്പോൾ ചെന്നാലും ചിരിച്ച മുഖവും ആയി അദ്ദേഹം, ആ വലിയ താടിയും ഒരു പ്രത്യേക രൂപമാണല്ലോ, ഒരിക്കലും ആർക്കും മറക്കാനാവാത്ത, മറ്റാർക്കുമില്ലാത്ത ആ മുഖവുമായി അദ്ദേഹം വരും. അതേ കാലത്ത് തന്നെയാണ് നമ്മുടെ കാവാലത്തിന്റെ നേതൃത്വത്തിലുള്ള അവനവൻ കടമ്പ നാടക സംഘം ശാസ്തമംഗലത്ത് പൈപ്പുമൂട്ടിൽ കടമനട്ടിയും മറ്റും താമസിക്കുന്ന കേന്ദ്രത്തിൽ എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന നരേന്ദ്രപ്രസാദും, എൻ്റെ സുഹൃത്തെന്ന് പറയാനാവില്ല, എൻ്റെ സീനിയറായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന, പിന്നീട് നടനായി മാറിയ മുരളിയും ഒക്കെ ചേർന്ന് ഈ നാടകം അവതരിപ്പിക്കുന്ന നെടുമുടി വേണു അന്ന് നമ്മുടെ കലാകൗമുദിയുടെ റിപ്പോർട്ടറും കൂടിയായിരുന്നു, സബ് എഡിറ്ററും കൂടിയായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI നേതാക്കൾ എന്ന നിലയിൽ ഒരുപാട് കേസും അടിപിടി കേസും എല്ലാം ഉണ്ടായി. ഞങ്ങൾക്ക് ജാമ്യം എടുക്കാനായി പതിവായി വന്നിരുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലെ അന്ന് ഉദ്യോഗസ്ഥനായിരുന്ന ലെനിൻ രാജേന്ദ്രനും യൂണിവേഴ്സിറ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന നടൻ മുരളി. വർഷങ്ങൾക്ക് ശേഷം ലെനിൻ രാജേന്ദ്രൻ പ്രശസ്ത സംവിധായകനായി, അതുപോലെ മുരളി പ്രശസ്ത നടനായി. പക്ഷെ ഒരിക്കലും മറന്നിട്ടില്ല, എവിടെ വെച്ച് കണ്ടാലും
ഇപ്പോഴും കേസുകളുണ്ടോ, ഇന്ന് ജാമ്യം നിൽക്കാനാവില്ല എന്ന് ചിരിച്ചുകൊണ്ട് മുരളി പറയുമായിരുന്നു. പലപ്പോഴും കണ്ടപ്പോൾ അതായിരുന്നു അനുഭവം. ലെനിൻ രാജേന്ദ്രനുമായി പിന്നീടും ഒരുപാട് ബന്ധമുണ്ടായി. കാരണം KR നാരായണനുമായി ഒറ്റപ്പാലത്ത് 3 പ്രാവശ്യം മത്സരിച്ചപ്പോൾ ലെനിൻ രാജേന്ദ്രൻ്റെയും KR നാരായണൻ്റെയും കൂടെ ഒരുപാട് പ്രാവശ്യം ഒന്നിച്ച് സഞ്ചരിക്കാനും താമസിക്കാനും ഉള്ള അവസരങ്ങൾ കേരളകൗമുദിയുടെ പേരിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് സംവിധായകരുടെ കാര്യമാണ്. കാരണം ഇക്കാലത്ത് തന്നെയാണ് KR മോഹൻ എന്ന സംവിധായകൻ, അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു സംവിധായകനായിരുന്നു. പലപ്പോഴും ഞങ്ങളെ അന്വേഷിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരികയും ഞങ്ങളോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുൽത്തകിടിയിൽ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്ന സംവിധായകനായിരുന്നു KR മോഹൻ. അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അപ്പോൾ അങ്ങനെ അക്കാലത്ത്, അതുപോലെ തന്നെ ഭരത് ഗോപിയെ പറ്റി ഓർക്കുന്നത്, അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചടങ്ങിന് കൊണ്ടുവന്നിട്ട് അധ്യക്ഷനായിരുന്ന ഞാൻ, ചെയർമാനായിരുന്ന ഞാൻ പ്രസംഗിച്ചപ്പോൾ കൊടിയേറ്റം ഗോപി എന്ന് വിശേഷിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ ഞാൻ ഭരത് ഗോപി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ക്ഷുഭിതനായ ഗോപി തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, എന്നെ കൊടിയേറ്റം ഗോപി എന്ന് പറഞ്ഞാൽ മതി, എന്നെ ഭരത് ഗോപി എന്ന് പറയണ്ട. എനിക്ക് കിട്ടിയ അവാർഡിൻ്റെ പേരിലൊന്നും അറിയപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സിനിമയുടെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതായിരുന്നു കൊടിയേറ്റം ഗോപി. അദ്ദേഹം പിന്നെയും ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം സമതാളം എന്ന പബ്ലിക്കേഷൻ നടത്തിയിരുന്ന കാലത്ത് KSEBയുടെ PRO എന്ന നിലയിൽ ഒരുപാട് പരസ്യങ്ങൾ തന്ന് അദ്ദേഹം ആ പ്രസിദ്ധീകരണത്തെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്ന നരേന്ദ്രപ്രസാദ്, അന്ന് അദ്ദേഹം നാടക നടൻ മാത്രമാണ്, സിനിമാ നടനായി മാറിയിട്ടില്ല. നരേന്ദ്രപ്രസാദ് സാറും ഈ സമതാളത്തിൽ ലേഖനങ്ങൾ തന്നും കഥകൾ തന്നും എല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അലഞ്ഞവർ അന്വേഷിച്ചവർ എന്ന നോവലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ആ കാലം, നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാലം. പിന്നീടാണ് അദ്ദേഹം ചലച്ചിത്ര നടനായി അറിയപ്പെടുന്നതും അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഈ പറയുന്ന പ്രഗത്ഭരായ സിനിമാ സംവിധായകരെയൊക്കെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും ഒക്കെ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യം.